ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കബൂസാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: 300 ഗ്രാം മൈദ, അര കപ്പ് പാല്, അര ടീസ്പൂൺ ഈസ്റ്റ്, അര ടീസ്പൂൺ പഞ്ചസാര. ഇത് ചെറു ചൂട് പാലിൽ ഞാൻ പൊങ്ങാനായിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്. ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് പാലും ഈസ്റ്റും പഞ്ചസാരയും കൂടി കലക്കി വെച്ചേക്കണത് ഒഴിക്കുക. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ച് വെക്കണം. ഇത് നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാവ് പൊങ്ങിയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇനി ചെറിയ ഉരുളകളാക്കി അത് പരത്തിയെടുക്കണം. ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം ഇത് പരത്താൻ. മാവെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടി തൂകി പരത്തിയെടുക്കണം. ഇതിനി ഒരു 1/4 ഇഞ്ച് കനത്തിലെല്ലാം അങ്ങനെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കണം. ഇതെല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു ദോശക്കല്ലിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ തൊടാതെ ചുട്ടെടുക്കണം. ഇതിന് ഇവിടെ കബൂസ് എന്നും പറയും, കുബൂസ് എന്നും പറയും. ഒരൊറ്റ കമളയായിട്ട് വരും ഇത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കണം. ഇത് ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കണം, എണ്ണ തൊടാതെ. ഇത് ലുലു മാളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് ഇറച്ചിക്കറിയും കടലക്കറിയും ഒക്കെ കൂട്ടി കഴിക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ പൊങ്ങി വരുമ്പോൾ ഇത് വെന്തിട്ടുണ്ട് ശരിക്കും. കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കടലക്കറി കൂട്ടിയാണ് ഇവിടെ കഴിക്കുന്നത്. നോയമ്പായോണ്ടാട്ടോ. ചിക്കൻ കറി കൂട്ടി കഴിക്കാനും നല്ലതാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.